നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്കിൽ കാണുന്ന ഈ ടാങ്കുകളും അതേപോലെ ഇവിടെ കാണുന്ന ഈ മൊയിന ടാങ്കുകളിലെല്ലാം നല്ല രീതിക്ക് തവള നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാം പിടിച്ചിട്ടൊരു കുളത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ തവളകളെ പിടിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം പാടുപെട്ടാണ് ഇത്രയും തവളയാണ് നമ്മുടെ ടാങ്കിൽ നിന്ന് എല്ലാം പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവരെല്ലാം ഈ ഒരു കുളത്തിനകത്താണ് ഞാൻ ഇറക്കി വിടാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഗപ്പി ടാങ്കിൽ തവള കടന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ എല്ലാം ഓമാർ കഴിക്കും. അതുപോലെ വലിയ ഗപ്പികളെ ഒന്നും പിടിക്കാൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ ടൈലെല്ലാം കട്ട് ചെയ്യും കേട്ടോ. മേൽ ഗപ്പികളിലൊക്കെ ടൈൽ ഒരുപാട് ഇവന്മാർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തവളയുണ്ട്. ഏകദേശം ഒരു 10-30 കൂടുതൽ തവളകൾ ചെറുത് മുതൽ വലുത് വരെ ഇഷ്ടം പോലെ തവളകളെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നെ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ നിന്ന് വലിയൊരു കുളത്തേക്ക് സ്വന്തമാക്കി വിട്ടിട്ടുണ്ട് കേട്ടോ. അതിലുണ്ടായിരുന്ന കൂട്ടത്തിലെ വലിയ ഒരുത്തിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ കാണുന്ന ഇവനാണ്. അതിനായിരുന്നു ഏറ്റവും വലുത് പിടിക്കാൻ നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അവരിവിടെ ഹാപ്പി ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടാങ്കിൽ തവളയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കാം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ. മറ്റൊരു കിടിലം വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ബൈ.